नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 79. കൃഷ്ണ സുദാമ സംഗമം, പേജ് നമ്പർ 770. ഭഗവാൻ കൃഷ്ണന്റെ സുഹൃത്തായ ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നെങ്കിലും അദ്ദേഹം സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടി ധനം കുമിച്ചുകൂട്ടാൻ വ്യഗ്രനായിരുന്നില്ല. അതിനാൽ തൻ്റെ വിധി അനുസരിച്ച് സ്വയം വന്നുചേരുന്ന ധനത്തിൽ തികച്ചും സംതൃപ്തനായിരുന്നു. തനിക്കു വിധിച്ചിരിക്കുന്നതിനേക്കാൾ സന്തോഷവാനാകാൻ തനിക്കാവില്ലെന്നറിയുന്നവനാണ് പൂർണ്ണ ജ്ഞാനവാൻ. ഭൗതിക ലോകത്തിൽ കുറേയൊക്കെ ദുഃഖങ്ങളും ഒട്ടേറെ സുഖങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാവരും. സുഖദുഃഖങ്ങളുടെ അളവ് എല്ലാ ജീവാത്മാക്കൾക്കും മുൻകൂട്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭൗതിക ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ അളവ് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കുമാവില്ല. അതിനാൽ ഈ ബ്രാഹ്മണൻ ഭൗതിക സുഖത്തിന് വേണ്ടി ഏറെയൊന്നും അധ്വാനിക്കാൻ പോയില്ല. എന്നാലും കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗതിക്കു വേണ്ടിയാണ് അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് വിലപിടിച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കു നല്ല വസ്ത്രങ്ങൾ നൽകാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അവരുടെ ഭൗതിക സാഹചര്യം ഒട്ടും തന്നെ സമ്പന്നമല്ലായിരുന്നതിനാൽ അവർക്ക് വേണ്ടത്ര ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ ഫലമായി അദ്ദേഹവും ഭാര്യയും മെലിഞ്ഞു ക്ഷീണിച്ചവശരായിരുന്നു. സ്വന്തം കാര്യത്തിലല്ലായിരുന്നു ഭാര്യയ്ക്ക് ഉത്കണ്ഠ. പക്ഷേ ഇത്ര ധാർമ്മികനായ ഒരു ബ്രാഹ്മണന്റെ കാര്യത്തിൽ അവർക്ക് വളരെ വിഷമം തോന്നിയിരുന്നു. ശാരീരിക ക്ഷീണം മൂലം അവരുടെ ശരീരം വല്ലാതെ വിറച്ചിരുന്നു. ഭർത്താവിനോട് ആജ്ഞാപിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ ഇഷ്ടപ്പെടാത്ത അവർ ഭർത്താവിനോട് പറഞ്ഞു, പ്രാണനാഥ, ഭാഗ്യദേവതയുടെ ഭർത്താവായ ഭഗവാൻ കൃഷ്ണൻ അങ്ങയുടെ സുഹൃത്താണെന്ന് എനിക്കറിയാം. അങ്ങ് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനുമാണ്. അദ്ദേഹമാണെങ്കിൽ തൻ്റെ ഭക്തന്മാരെ സഹായിക്കാൻ സദാ സന്നദ്ധനാണു താനും. ഭഗവാന് ഭക്തിയുത സേവനമൊന്നും ചെയ്യുന്നില്ലെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ പോലും അങ്ങ് അദ്ദേഹത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിതാത്മാവാണ്. അങ്ങനെയുള്ളവരുടെ രക്ഷകനാണു ഭഗവാൻ. സർവോപരി വൈദിക സംസ്കാരത്തിൻ്റെ ഉത്തമ മാതൃകയായ ഭഗവാൻ ബ്രാഹ്മണ സംസ്കാരത്തിന് അനുകൂലനുമാണ്. അദ്ദേഹത്തിന് യോഗ്യരായ ബ്രാഹ്മണരോട് അത്യന്തം കാരുണ്യമുണ്ട്. പരമപുരുഷൻ സുഹൃത്തായതിനാൽ
അങ്ങ് അത്യന്തം ഭാഗ്യവാനാണ്. അദ്ദേഹത്തിൽ പൂർണ്ണമായും സമർപ്പിതാത്മാവായ അങ്ങയെപ്പോലുള്ളവർക്ക് ഒരേ ഒരഭയം ഭഗവാൻ കൃഷ്ണനാണ്. പണ്ഡിതനും പുണ്യവാനും പൂർണ്ണമായി ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനുമാണങ്ങ്. ഈ പരിതസ്ഥിതികളിൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് അങ്ങേയ്ക്കാശ്രയം. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാലും അങ്ങയുടെ ദരിദ്രാവസ്ഥ അദ്ദേഹത്തിന് പെട്ടെന്നു ബോധ്യപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങ് ഒരു ഗൃഹസ്ഥനും കൂടിയാണ്. അതിനാൽ പണമില്ലാത്ത അവസ്ഥ അങ്ങേക്ക് അത്യന്തം ദുഃഖകരമാണ്. എന്നാൽ അദ്ദേഹത്തിനു അങ്ങയുടെ സ്ഥിതി ബോധ്യപ്പെടുന്ന മാത്രയിൽ സുഖമായി ജീവിക്കാൻ വേണ്ട സമ്പത്ത് അദ്ദേഹം അങ്ങേക്കു തരും. ഇപ്പോൾ ഭോജ, വൃഷ്ണി, അന്ധകന്മാരുടെ രാജാവാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹം ഒരിക്കലും തലസ്ഥാന നഗരമായ ദ്വാരക വിട്ട് പോകാറില്ലെന്നു ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും വ്യാപൃതനാകാതെ അദ്ദേഹം അവിടെ തന്നെ വസിക്കുന്നു. അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്കു എന്തു വേണമെങ്കിലും തന്നെത്തന്നെയും നൽകാൻ തക്ക ദയാലുവും ഉദാരമനസ്കനുമാണദ്ദേഹം. തന്നെത്തന്നെ ഭക്തർക്ക് നൽകാൻ തയ്യാറുള്ള ആൾ എന്തെങ്കിലും ഭൗതികധനം നൽകുന്നതിൽ അത്ഭുതമെന്താണുള്ളത്? ഭക്തൻ സ്ഥിരനിഷ്ഠനല്ലെങ്കിൽ അദ്ദേഹം ഏറെ ധനമൊന്നും നൽകില്ല. എന്നാൽ അങ്ങയുടെ കാര്യത്തിൽ, ഭക്തിയുത സേവനത്തിൽ അങ്ങ് എത്രമാത്രം നിഷ്ഠയുള്ളവനാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും അറിയാമെന്നു ഞാൻ കരുതുന്നു. അതിനാൽ നിത്യജീവിതത്തിന് മുട്ടുവരാതെ കഴിയാൻ വേണ്ട ധനമെങ്കിലും തരാൻ അദ്ദേഹം മടി കാണിക്കുമെന്നു ഞാൻ കരുതുന്നില്ല. ഹരേ കൃഷ്ണ.